ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പാസ്സിലാക്കി ഞാൻ ഇന്നാലേ അല്ല ജോണക്ക് പ്ലാൻ എന്താ പറയും? നമ്മളിന്ന് വണ്ടി കട ചെയ്തുകൊണ്ട് പോകുമ്പോൾ പാസ്സിലാക്കി വിളിച്ച് എവിടേക്കെങ്കിലും പോകല്ലേ പറഞ്ഞ് മറ്റേ ബോറടിച്ചോണ്ടാണോ ഞമ്മക്കും ബോറടിയാണ് പാസ്സിലാക്കും ബോറടിയാണ്. അപ്പോൾ നമ്മള് എവിടെ പോകാൻ അപ്പോൾ നമ്മൾ എവിടെ പോകുന്നത്? നമ്മളിന്ന് കോഴിക്കോട് പോകണേ. നമ്മൾ കൊണ്ടുവന്ന് കുറെ ആൾക്കാർ ദുബായ് അടിച്ചു വിളിക്കുന്നുണ്ട്. തോണിന്ന് മറിയണ് എന്തൊക്കെ വണ്ടി എന്നൊക്കെ പറയണേ. വൈക്കടവ് മഞ്ചേരി വൈ പോണ ബോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുള്ള് നമുക്ക് വീഡിയോസ് ഒക്കെ അയച്ചു തരാം ഗ്രൂപ്പിലൊക്കെ. അപ്പൊ എന്താ വെച്ചാൽ അതിന്റെ പ്രതിഷേധമായിട്ട് ഞങ്ങൾ ചെക്കന്മാരെല്ലാരും കൂടെ എന്ത് ചെയ്യണേ. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ സ്റ്റീൽ ഗ്യാങ് ആണല്ലോ കേട്ടോ. അപ്പൊ ഞങ്ങളായിട്ട് ഇപ്പൊ ഞാനും ജിംസേവ് മാത്രമേ ഉള്ളൂ. ജിംസേവ് വന്നോണ്ടിരിക്കുന്നുണ്ട്, സൽമാൻ മഞ്ചേരി കൊണ്ട്. ബാക്കി നമ്മളെ ആൾക്കാരൊന്നും ഇവിടെ അല്ല. ഇന്ന് നിങ്ങളെ ഗ്യാങ്ങിനെ കൂടെ നമ്മൾ അപ്പൊ അത് നമുക്ക് മറക്കാനാവാത്തൊരു ഓർമ്മയ്ക്ക് തരണം എല്ലാരും. സെറ്റല്ലേ ജിതിനെവിടെ? നമ്മളെല്ലാ തെറ്റും നമ്മള് തീർക്കാം. അതിനാണ് നമ്മള് പോകുന്നത്. പ്ലാൻ എന്തൊക്കെയാണ്? എന്നാലും നമുക്ക് പോകുന്നു. ആദ്യം നമ്മൾ ബീച്ചിൽ പോകും. ബീച്ചിൽ പോയി നമ്മൾ ബീച്ചിൽ നിന്ന് നിങ്ങളെ നല്ലോണം നോക്കണം മെഷീനോട് വിളിച്ചു പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഓല കാര്യത്തിൽ ഒരു ബേജാറുണ്ടോ. മറ്റേ ഒരു പടത്തിലുണ്ടല്ലോ, എന്താ താന്തോന്നിയിലുണ്ടല്ലോ, പൃഥ്വിരാജ് ഫുള്ള് വെള്ളം അടിച്ച് പോകുമ്പോ ജഗതിന്റെ അടുത്ത് കൊണ്ടാക്കും. എന്നിട്ട് മാറാൻ വേണ്ടി കൊണ്ടാക്കണം. എന്നിട്ട് ജഗതി പിന്നെ വെള്ളം ഡോക്ടറൊക്കെ പറയും നിങ്ങളപ്പം കുടിഞ്ഞ് ഞാൻ നിങ്ങളെ വരെ ആവുമെന്നൊക്കെ വെച്ച് പേടി. ബീച്ചിൽ പോകുന്നു. ബീച്ചിൽ നമ്മൾ കുറച്ചു നേരം ഇതാക്കുന്നു. പിന്നെ നേരെ ലുലുമാള് കയറുന്നു, മടങ്ങുന്നു. ഇതാണ് നമ്മളെ പ്ലാന്. അതാണ് പ്ലാൻ. വേറെ അങ്ങോട്ടില്ല. ബീച്ചിൽ ലുലുമാള് മറ്റേ സാധനം മറ്റേ വണ്ടി ഒരു കുഞ്ഞു വണ്ടി. ഓക്കെ, ഇന്ന് നമ്മള് കയറും. അപ്പൊ നമ്മള് വണ്ടി കാണിച്ചെടുത്താണ്. വണ്ടി രാവിലെ വണ്ടി ഫോട്ടോ എടുത്താ നെട്ടി സ്പോട്ടില്. പിന്നെ ടയറൊക്കെ ക്ലീൻ ആക്കി ടയറൊക്കെ കഴിഞ്ഞു അടിപൊളിയൊക്കെ സംഭവം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കേൾക്കാണെങ്കിലും 2 മണിക്കൂർ നിന്ന് അഫി കഴിക്കാതാണത്. ആ ബ്ലാക്ക് വണ്ടി കേൾക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുമ്പോ ബ്ലാക്ക് വണ്ടി ഇങ്ങനെ കേക്ക് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തിളക്കം ഇങ്ങനെ കിട്ടുമ്പോ ഒരു സുഖം. അതേമാതിരി പൊടിയാവും ചെയ്യും. ഒന്ന് ഇറക്കുമ്പോൾ രണ്ട് ഇതുണ്ട് കേട്ടോ. കേക്ക് നല്ല ചൊറുക്ക് കാരണം ബാക്കിയുള്ള വണ്ടിനെ കള്ളൊക്കെ, പക്ഷെ പെട്ടെന്ന് പൊടി. ഓക്കെ, അപ്പൊ സൺറൂഫിലൊക്കെ കയറി. എടാ ഇത് മാറ്റൊക്കെ തട്ടിക്കണേ. അത് ഞാൻ വെച്ചാണ്. അല്ല മാറ്റും തട്ടി. മാറ്റി അടിക്കും. ഡ്രൈവിംഗ് സീറ്റിന്റെ മാറ്റി കൊണ്ടുവന്നോ. ഈ ഡ്രൈവിംഗ് സീറ്റിന് ലോക്ക് ഉണ്ടാവും. ലോക്കില്ല മാറ്റാൻ ഡ്രൈവിംഗ് അതിനൊരു ഹോൾ ഉണ്ടാവും കാരണം ലോക്കില് കുടിക്കിടും. ലോക്ക് എവിടെ? ചളിയുണ്ട് കേട്ടോ വാസിലാക്ക ബാക്കില്, ഇതിന്റെ ബാക്കില്. അപ്പൊ ലോക്ക് കിട്ടും. അതാണ് അല്ലേ? ഇത് കറക്റ്റ് ഇവിടെ. ഇത് ലോക്കില്ല മാറ്റ് നമ്മളിത് മാറ്റ് മാറ്റിക്കണല്ലേ ലാഫിയ? മാറ്റ് നമ്മള് മാറ്റിയതല്ലേ, അതാണ് ലോക്ക് കാണാത്തത്. മറ്റീന് ലോക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി ബാക്ക് നടുത്തോട്ടാ നമുക്ക് കയറാലോ. ഇതാണ് നടുത്ത്. അങ്ങനെയല്ലേ ഒരു മാക്കില് ജയിലോട് വന്ന അങ്ങനെ ട്രെയിനില്ല. ഇത് അടിയത്തെ അടി ഉള്ളു കിടന്നു ഈ സാധനം അല്ലേ തിരിച്ചു ഇങ്ങനെ. ഓക്കെ, നടക്കുന്നതാണ് മടക്കി കൊടുക്കുന്നത്. അത് പോകും. ഇത് കയറിയില്ല ഇടല്ലേ?
പോലെ അപ്പുറത്ത് കൊടുക്കി പോരെ ഇങ്ങനെയുള്ളൂ അങ്ങോട്ടല്ലേ ആ കൂർപ്പ് മുന്നിക്കാണ് അതാണ് ഞാൻ അങ്ങനെയാണ് പിന്നെ ഞാൻ ഫ്രണ്ടിലിരുന്നാലോ ശരിയല്ലേ അപ്പൊ ഗൈസ് നമ്മള് മാറ്റൊക്കെ വിരിച്ച് സെറ്റ് ആയിക്കണേ ഇപോലെ കോഴിക്കോട് ബീച്ച് കോഴിക്കോട് എന്നാ വരി പോവാ നിങ്ങള് എല്ലാരും വീട്ടിലൊക്കെ പറഞ്ഞല്ലേ വീട്ടിൽ വിളിക്കണം ഇമ്മച്ചിനോട് പറഞ്ഞില്ല അഫിയ അഫിയ ഇമ്മച്ചിനോട് ഉറങ്ങണോ സുഹൃത്തുക്കളെ എങ്ങോട്ട് ട്രിപ്പ് പോകണം പോലെ അടി വിടുന്ന ഫ്രണ്ട് സീറ്റ് അവിടെ അടി തുടങ്ങി നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കണോ ഇതിനാദ്യ ബാക്കിൽ കയറി ഓനും വേണ്ട സീറ്റ് ജയിച്ചു അതന്നെയാണ് ഞങ്ങൊരു കാര്യം ഞങ്ങൾ എത്ര ആൾക്കാരുണ്ട് ഞങ്ങൾ 5 ആളല്ലേ അത് കോഴിക്കോട് ഏകദേശം ഒരു 100 കിലോമീറ്റർ സുമാർ കൂട്ടി നമ്മള് അപ്പൊ 20 കിലോമീറ്റർ വെച്ചിട്ട് വീണ്ടും ഈ കളികൾ കളിക്കണം എന്നിട്ട് അവിടുന്ന് നമുക്ക് ആർക്കും മാറാം കേട്ടോ ഞങ്ങൾക്ക് അച്ഛനും ഞാൻ അവിടെ പോവാൻ നോക്കല്ലേ അലമ്പാട്ടോ അപ്പൊ നമ്മള് വണ്ടി ഇരിക്കല്ലേ അപ്പൊ നമ്മള് പോയിട്ടോ ഇനി നമ്മളവിടെ എത്തിയിട്ട് ബാക്കി വിവരങ്ങളൊക്കെ കാണിച്ചു തരാം ആ ഓക്കെ നമുക്ക് വണ്ടി തിരിച്ചൊക്കെ സെറ്റപ്പ് ആക്കി എടുത്താ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പിന്നെ ഇതൊരു നീണ്ടൊരു വ്ളോഗ് കാണാം കുറെ ആസ്വദിക്കാനും നമ്മളെ ഫുൾ ഡേ കാണിച്ചു ഫർദാനൊക്കെ ഫുൾ ഓണാണ് ഓക്കെ അല്ലേ ഓ സെറ്റാണ് അപ്പൊ നമ്മള് ഓണാവട്ടോ ഗേറ്റ് പാറ പോയി തുറക്കണ്ടേ ഗേറ്റ് സൗത്ത് അതായത് ആ ദൗത്യം സൗത്ത് ഏറ്റെടുത്തിരിക്കും അതായത് ട്രിപ്പ് പോകാൻ വേണ്ടി എന്ത് റിസ്ക് ചാവി എന്താ അടിക്കണതിന് നമ്മുടെ ജിമ്മിക്ക ഫുൾ ഫ്രീ വരുന്നുണ്ട് ഞങ്ങളെ ചെക്കം മുത്തേ കൊണ്ടുപോയി എന്ന് പറഞ്ഞ ജിമ്മിക്കട് കൊണ്ടുപോയി സീനിയർ ടാഗ് വിടില്ല പുതിയ പാൻ്റാണെന്ന് അറിയിച്ചാണ് ടാഗൊക്കെ കിട്ടണം വന്ന് അതാണ് ഞങ്ങളെ ജിമ്മിക്ക ബ്ലൂടൂത്ത് കണക്ഷൻ ബാക്കിൽ ഉമ്മച്ചിന്റെ സ്നേഹം ഏയ് ജിമ്മിക്ക ആറ്റിറ്റ്യൂഡ് കൂടി ജിമ്മിക്ക ഒന്ന് ചിരിക്ക് പ്ലീസ് കുറച്ച് ഇജി ബാക്ക് സാധനം ചാർജ് വെക്കാനാ അത് എനിക്ക് വേണം ആ അതന്നെയാണ് ഗൈസ് അപ്പൊ നമ്മളെ ജിംഷാദാക്ക് ഇതാക്കണേ നല്ല ഫ്രീ ടാപ്പു എന്തൊക്കെ പറയുന്നുണ്ട് ഇതാണ് ഞങ്ങൾ ടാപ്പു ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇജ് വാഫി ബാക്ക് പോവാ ആ എന്നാ ബാക്ക് വരും എനിക്ക് കജ്ജുല ബാക്ക് സത്യമായിട്ട് മുട്ട ഇട്ടിട്ടാണ് ഞാനോ ആ കുഴപ്പമില്ല അപ്പൊ ഗൈസ് ഞാൻ ഒറ്റക്ക് ബാക്കിലാക്കി ഫർദാനെ ഫർസാൻ കമോൺ ജിമിക്ക ഗൈസ് മൈക്കിൻ്റെ അടുത്താണ് ഗൈസ് ഞാൻ ഫർസാൻ ബാക്കിലുണ്ട് ഓ ഇമ്മച്ചിന്റെ ബുദ്ധി ഐക്യു പലതരം സെറ്റപ്പുകളുമായി എന്തോ 4 ദിവസത്തെ ട്രിപ്പാണ് കോഴിക്കോടേക്ക്
സഫാൻകാരോട് ചോദിച്ചു എന്നോട് സഫാൻക്കാൻ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഹലോ ഗൈസ് നമ്മൾ എന്തിനാ നിർത്തിയാ നമ്മള് ലേസ് വാങ്ങാൻ നിർത്തിയാ ചെക്കന്മാർക്ക് ലേസ് വേണം പറഞ്ഞിട്ട് ഓനാണ് നിർത്തിയോ വേറെ ഞാൻ രാവിലെ എന്തെങ്കിലും ഒന്നും തിന്നിട്ടില്ല നോമ്പായതുകൊണ്ട് ഇപ്പം നോമ്പുള്ളത് ഇല്ലാത്തൊന്നും അറിയുന്നില്ല പാലക്കാട് നിന്ന് വരുന്നവരെ ഒരു നേരെ പൊക്കി നിങ്ങളുടെ ഡേ ആണ് എന്താ വണ്ടി വേറെ എന്തെങ്കിലും വേണോ എടാ ലേസ് വണ്ടി എടുക്കടാ കാണില്ല ഇങ്ങോട്ട് വരും ചോദിക്കാം ഇതൊക്കെ ഏതാ ഫ്ലേവർ ഷെസുവാൻ ചട്നിയോ ഓനെന്താ എരില്ലല്ലോ ഈ സാധനം എടുത്തോ എരില്ലേ അതെ തക്കാളിയാണേ തക്കാളി വേണ്ട തക്കാളി എരിവുണ്ടാവേ തക്കാളി എടുക്കണം എരില്ല പറഞ്ഞോ തക്കാളി എടുത്തോ എന്താണ്ടേ ഇതിനിക്ക് ഇച്ചി നിന്റെ ആളല്ലേ സിസിലിംഗ് ഹോട്ട് ഇതേമാതിരി വേറെ നല്ല കറുത്തിട്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങിയില്ലേനോ എടാ പൂക്കോടുമ്പറത്തുനിന്ന് ഒരു പീടി പോയി നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരില്ലേനോ സാധനം എന്തൊരു പേര് വേറൊരു ഷേപ്പില് ലൈമിന്റെ നാരങ്ങന്റെ അല്ലേ ഹലോ ഗൈസ് അപ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഞാൻ ജിമ്മിനെ കയറ്റിയിരുത്തി കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല നല്ല ബ്ലോക്കാണ് അപ്പോൾ ബ്ലോക്ക് അവിടെ വരെ ഒരാളെന്നെ വീട്ടിൽ നടക്കൂല മിക്കവാറും കോഴിക്കോട് റോഡുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ ചെക്കന്മാരെ ഹാപ്പി അല്ലേ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ ഓക്കെ ഏതാ മുട്ടായി കിൻഡർ ജോയ് ഫാൻസ് ആട്ടോ അതൊക്കെ എനിക്ക് ആ ക്രീം പെന്നൊന്നും തരുമോ എടാ ക്രീം പെന്ന് വാങ്ങിയടാ ഓരോരുത്താണ് രാവിലെ മുതൽ അപ്പൊ സംഭവം എന്താ വെച്ചാലേ അപ്പൊ സുഹൃത്തുക്കളെ നോമ്പ് കഴിഞ്ഞിട്ടും അതിന് ആരും കൂടെ ഇറങ്ങിയിട്ടില്ല നോമ്പ് കഴിഞ്ഞിട്ടും ആരെയും നിങ്ങൾ ഇറങ്ങിയിട്ടില്ലല്ലോ മറന്നുകാണ്ട് എന്താ എനിക്ക് സംഭവിച്ചേ ഇന്ന് രാവിലെ ഞാൻ വണ്ടി കഴിയുമ്പോ നയിച്ച് തൊണ്ടൊക്കെ പറ്റി നയിച്ച് കഴിയുക വണ്ടി ഫുള്ള് കഴിയിട്ട് കുറച്ച് ഞാൻ ഇപ്പച്ചിങ്ങനെ ഫുഡ് കഴിക്കണം അപ്പോഴാ മനസ്സിലായി ആ നോമ്പില്ലല്ലേ എന്നിട്ട് മെച്ചോട് പഠിക്കുന്നവരോ തണുത്തോളം അപ്പൊ നോമ്പിന്റെ ആ ഒരു ഹാങ് ഓവർന്ന് ആരോടും ഇറങ്ങിയിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക വണ്ടി മാക്സിമം വൃത്തിയായി സൂക്ഷിക്കുക എടാ വണ്ടിയിൽ ഒരു സാധനം ഒരു പൊടി പോലും ചടിക്കരുത് കേട്ടോ അപ്പോ കഴിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക അപ്പൊ നമ്മള് സൽമാൻ ഖാനെ കാത്തുക കേട്ടോ അപ്പൊ ഇനി സൽമാൻ വരാണ്ട് ഇന്ന് നമ്മൾ ചെക്കന്മാരും കൊണ്ട് കോഴിക്കോട് ഇറങ്ങാണ് അപ്പൊ എന്തൊക്കെ പ്ലാൻ എങ്ങനെ പ്ലാനൊന്നുമില്ല പ്ലാനൊക്കെ അവിടെ നിന്ന് ഉണ്ടാവില്ലേ കാരണം അപ്പോൾ നിലവിൽ ഇപ്പോൾ പ്ലാനൊന്നുമില്ല എടാ ആർക്കെങ്കിലും മുന്നിൽ ഇരിക്കണോ ഇരിക്കണോ അപ്പൊ നമുക്ക് നോക്കിയിട്ട് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഓല ദിവസമാണ് അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഓൽക്ക് എന്താ വേണ്ടിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നോക്കിയിട്ട് സീറ്റൊക്കെ മാറും കേട്ടോ അപ്പിളിപ്പിളൊക്കെ ആയിട്ട് ഇടക്കിടക്ക് അപ്പോൾ നമ്മൾ മഞ്ചേരി തുറക്കൽ കയറുന്ന് താൽക്കാലിക ആശ്വാസത്തിനില്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പോകാൻ നിൽക്കുകയാണ് എടാ സൽമാൻ വിളിച്ചോ എന്താ പറഞ്ഞേ ഓക്കെ അപ്പോൾ സൽമാൻ ഇപ്പോൾ ഇവിടെ എത്തും ഇവിടെ ഉണ്ട് പറഞ്ഞില്ലേ കെയറിൽ ഓ സൽമാൻ എത്തിട്ടോ കാണികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന സൽമാൻ കാ ഇന്റർസെപ്റ്റർ വന്നിക്കണ് ഇനി 4 കറങ്ങല് കേരള മുന്നിൽ കൂടെ ഓ ഡ്യൂക്ക് ഓ ഇന്റർസെപ്റ്റർ കാണികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന സൽമാൻ ഖാ സൽമാൻക്ക് വണ്ടി പാർക്ക് ചെയ്യലത് അത്ര പാടില്ലാട്ടോ ഇനി ഇവിടെ വന്നാൽ കുറച്ച് തള്ളാണ്ടാവും കേട്ടോ തള്ളാനും ഉണ്ടാവും ഒന്ന് ഫിറ്റ് ആക്കാനും ഉണ്ടാവും കാരണം അസറു നല്ലൊരു പണി എടുത്തേക്കണ് നമ്പറൊന്നും കൊടുക്കല്ലടാ ഞാനല്ല ആലോചിച്ചേക്കണേ പൊന്നാര ചങ്ങന്മാരെ ഈ നമ്പർ കിട്ടുമ്പോൾ അതിന് വിളിച്ചാൽ നിൽക്കണ്ടല്ലോ ഞങ്ങള് വേറെ ഒരു പരിപാടി ഇല്ല ഒന്നിന് ആരെങ്കിലും നമ്പർ കിട്ടുമ്പോൾ അതിനേക്കാൾ വിളിച്ചാൽ നിൽക്കും
സൽമാൻക്ക് റോഡ് ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. ഓ വന്നപ്പോ തന്നെ അലമ്പ് ഫുൾ കച്ചാറ. എനിക്ക് അടി ഒന്ന് നോക്കട്ടെ. എനിക്ക് മധുരം മതി. എനിക്ക് അടി ഒന്ന്. സൽമാൻ എന്താ പറയാനുള്ളത്? അർബാബില്ലാത്തൊരു നല്ല കുറവുണ്ട്. ഓ എരുണ്ട്, മധുരണ്ട്. ഓ പൊള്ളി പെണ്ണോ. നമ്മളപ്പോ നമ്മള് യാത്രയുടെ ഉദ്ദേശം എന്താണപ്പോ? ജിറാത്തല്ല ജിയാർത്ത് ജിറാത്ത്. ടീം ഫുള്ളായിട്ടോ, ടീം ഫുള്ളായി. ഇത് കഴിഞ്ഞ് അർഷിൻ നബീലും കൂടി വരും. അർഷിന്ന് 7 മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങും. അർഷിനെ കൂട്ടിയാണ്ട് നബീല് നേരെ കോഴിക്കോട് കയറും. പൊള്ളി ഏത് ട്രിപ്പ് ഏത് മൂട് മൂഡ്. അപ്പൊ അനാ വ്ലോഗ് കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കും, ആ എവിടുക്കാ പോണേ? അനാ പറഞ്ഞേ ഇപ്പൊ നമ്മളില്ലാത്തപ്പോ നിങ്ങള് ഫുൾ ഓണല്ലേ അത്. അതേ പറഞ്ഞതേ ഓലാണ് അടിച്ചു വിളിക്കണ്ടേ. നമ്പർ ഈ ചെങ്ങന്മാരില്ലേ ഈ അസുറേ അനാന്റെ നമ്പർ പറഞ്ഞാണ്ട് എന്താ ഇട്ടിക്കണേ? ലൈവിൽ ഇട്ടിക്കണേ. കണ്ടില്ലേ? വിളിച്ചാണ്ട് ഫുൾ ഫിറ്റ് ആക്കല്. കണ്ടില്ലേ? ഫുള്ള് കോള്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ ഇതിലാ വിളിച്ച ആൾക്കാരെ നമ്പറൊക്കെ നമുക്കോട് വിടാ. എല്ലാരോടും വിളിച്ചാൽ പറഞ്ഞാലോ. ലാസ്റ്റ് ഇങ്ങോട്ട് വിളിച്ച ആൾക്കാരുടെ നമ്പറൊക്കെ നമ്മളിതില് വീഡിയോ എടുത്താണ്ട് വിടണം കേട്ടോ. അപ്പൊ വെറുതെ ആൾക്കാരൊക്കെ ഓൽക്കും വിളിക്കാം. എന്താണ് തീരുന്നില്ലേ? ഏരിയ ആ നമുക്ക് ലാസ്റ്റ് വിടാം. അതെ അപ്പൊ നമ്പർ കിട്ടുമ്പോ വിളിച്ചിരുന്ന ആൾക്കാർ മുഴുവൻ കരുതിക്കോളി കേട്ടോ. അതെ ഒട്ടുമിക്ക സമയത്തും ലൈവിലും അതിലും ഇതൊക്കെ കേൾക്കാറൊക്കെ. അപ്പൊ അതിലോട്ട് കാണിച്ചു കൊടുക്കും, പിന്നെ അവിടെ കുടുങ്ങും. അതിന്റെ അടങ്ങേറ് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ നമ്പർ കിട്ടുമ്പോ അതിക്ക് വിളിച്ചിരുന്ന ആൾക്കാർ മുഴുവൻ ശ്രദ്ധിച്ച. ഇല്ലുമിനാറ്റി അരഞ്ഞു പറത്തത് ഉലകിതിലാരോടും ഉലകിതിലാരോടും തോൽക്കാവീരൻ തേങ്ങും പൈതൽ മടിയൽ താലോട്ടും സ്നേഹം നീയേ പറഞ്ഞോ കഥ ഞാൻ ഇതിൽ നോക്കി നല്ലോ പാട്ടടിക്കാം. അതിപ്പോ എല്ലാരും അറിഞ്ഞിട്ടപ്പോ പാടണ അവിടെ പാട്ടടാറില്ലേ? എല്ലാരും അരിക്കൂടല്ലേ? ഞാൻ നല്ല നമ്മളിന്റെ ഉള്ളിലോ സിമ്പിൾ സിറ്റി നമ്മള് പാട്ടും പാടി നമ്മള് നടുവോക്കിരുന്ന വെറുതെ അല്ല. ഉലകിതിലാരോടും തോൽക്കാവീരൻ കരളിതമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലോട്ടും സ്നേഹം നീയേ മറിഞ്ഞോ താരാട്ടന്നെ കണ്ണീരില്ല കണ്ണീരൊപ്പനാരും പോരേണ്ട ഇനിയും മുഹമ്മദും മരണം പടിവാതിൽ കടന്നിടാൻ മടിക്കും ബോംബെ നഗരം ഇവൻ വരുന്നവനും കാണും കന്നഡ ഒന്നെ വേറെ ആരും അയച്ചില്ല. ഹലോ ഞാന് കോഴിക്കോടെത്താനായി. ഹലോ ഹായ്
വണ്ടിയിലാണ് ഞാൻ ലൈവിലാണ് ആകെ ലൈവ് ഇട്ടാണ് ഉപ്പിൽക്ക ഉമ്മ ലൈവിലാണ് പിന്നെ വിളിക്കാതെ എന്ത് വിളിച്ചാണ് വേണ്ട ഓക്കെ ബൈ ബൈ ഗൈസ് ബൈ എന്താണ് എനിക്കെങ്ങനെ അറിയണേ എന്താ പ്രശ്നം നമ്മള് ഫോൺ എടുത്താ തെറ്റി ഡിലീറ്റ് ആക്കിയേക്ക എന്താ കാട്ടിയ ഫോൺ നമുക്ക് ഡിലീറ്റ് കാട്ടി കൊടുക്കണ്ട കേട്ടോ ഇൻസ്റ്റന്റ് പാസ്വേഡ് നമ്മൾ തരാം 8899966666 പേടില്ലാന്നല്ലേ മുഹമ്മദ് റിനാൻ ഇൻസ്റ്റന്റ് പാസ്വേഡ് അടിച്ചോളി അല്ല ഇന്നലെ രാത്രി പെരിന്ന് ഒറ്റയ്ക്ക് ഇരിക്കേനെ സെല്ല് പെട്ടെന്ന് മേലെന്ന് തെങ്ങുമ്പോൾ മെരുകി അടിയിക്കണ് ഞാൻ വല്ല മനസ്സന്മാരുണ്ട് കല്ലൊക്കെ ചാടുമ്പോ എന്തായാലും വെട്ടത്തിരുത്ത് കയറില്ല കൊല്ലാൻ അറിയാതെ പോലെ റിനാന്റെ നമ്മളറിയാതൊക്കെ നമ്മളടുത്ത് അറിയാതെ ആക്രമിക്കാൻ വന്ന വെട്ടാനാണ് ഞാൻ എടുത്തത് അതിന് പോലീസുകാർ കേസ് എടുക്കൂല സ്വയരക്ഷക്കാണ് ഓ നിയമൊക്കെ പഠിച്ചു ജയിലിൽ കിടക്കണോടത്ത് വരെ എത്തി ഞാനെന്താട്ടി ഫസ്റ്റ് പേരൊക്കെ കയറി ചെന്നു മനുഷ്യന്മാരുടെ എഴുതിയാണ്ട് അതിന് ടാങ്ക് ധർമ്മ മെരുകി ഇങ്ങനെ ഇരിക്കണേ മെരുകി ഇരുന്നപ്പോ എന്താട്ടി ഞാൻ പെട്ടെന്ന് മണ്ടീനെ കണ്ട പുള്ളിക്ക് ഇച്ചു പോലെ ഇനി വന്ന മാന്തി പൊളിച്ചാല് അമ്മക്ക് ഇനി അതിന് തുന്നിവിടാൻ വയ്യ അതിൽ ഞാൻ കുടുംബക്കാരനെ വിളിച്ചു അതിൽ അപ്പൊ തന്നെ സെൽമാൻ വിളിച്ചത് ഞാൻ വിളിച്ചപ്പോ എങ്ങനെ ആണല്ലേ സൽമാൻ ഇങ്ങനെ മോട്ടിട്ട് സൽമാനെ കാണി ട്രോസറി അത് കേട്ട് ആണോ പറഞ്ഞിട്ട് കാര്യമില്ലടാ ധൈര്യമില്ല ലാസ്റ്റ് കുടുംബക്കാരൻ കയറിയെന്നോ കുടുംബക്കാരൻ കയറിയപ്പോ ചെന്നപ്പോ മെരുക്ക് ചാടിപ്പോയിക്കണോ അല്ലടാ അമേരിക്ക അത് കണക്കാ വെട്ടത്തി താത്തി അല്ല കുടുംബക്കാരൻ പറഞ്ഞേ മെരുകിനെ കിട്ടിയാലൊന്നും ആരും വിളിച്ചാൽ നിൽക്കത്തിട്ടോ അതിന് വിറ്റ് പൈസ ഉണ്ടായിക്കോന്ന് പറയണേ ഓ ഈ ഭാഗം സെൻസർ ചെയ്യേണ്ടി വരും ഞാൻ മിക്കവാറും എന്താ ചെയ്തേ ഇത് വലുതാവൂല എന്ത് എന്താണ് പെരിച്ചായി വലുതാവില്ല പെരിച്ചായി വലുതായി കണ്ട് മെരുകാവാ പെരിച്ചായിന്റെ വലുത് പെരിച്ചായിന്റെ മൂത്താപ്പ മയിലോ പെരിച്ചായിന്റെ മൂത്താപ്പ വല്ലിപ്പ എന്താണ് ഇതിനെ മെരുകിനെ കണ്ടിട്ടില്ലേ ചേ നമുക്ക് ബലമുണ്ട ദിവസം മൃഗശാലി പോണോട്ടോ മറ്റേ മാപ്പാമ്പേനെ തോളത്തിട്ട് കൊടുക്കാം പുതിയൊരു സംഭവം ഇറങ്ങിക്കണേ അപ്പൊ എവിടെ ഒരു വീഡിയോ സേവ് ചെയ്ത് നമുക്ക് പോവാം അനുവരട്ടെ ഇടക്കര പാർക്ക് തുടങ്ങിക്കണേ അങ്ങനെയാണെങ്കിൽ നാളെ പോകണോട്ടോ നാളെ മറ്റന്നാളൊക്കെ പോവാം കിട്ടിക്കണോ അന്നോ വന്നോട്ടെ 2 ദിവസം കൊണ്ട് വരും വെയിറ്റ് ആക്കി അപ്പൊ അർബാബ് വന്നിട്ട് നമ്മളൊരു പാർക്ക് പോക്ക്. ഹലോ ഗായ്സ്, ഇതാക്കണ വണ്ടിയിൽ കുറെ ആൾക്കാര് പിന്നെ കാണാതെ ഹോയ് ടാറ്റാ അങ്ങോട്ട് കാണും. ഈ ചില ക്ലൈമറ്റിൽ കാണും ഉള്ളിക്ക്. ഇതിന്റെ ബാക്കിൽ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. തുറപ്പിച്ച് ഓ ടാറ്റാ ഡിക്കിനുള്ളില് അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിതാ വിജയകരമായി ഇതാ ബ്ലോക്കിൽ നിൽക്കുന്നു. ഇതുവരെ ഒരു ബ്ലോക്കിലെത്തി. അപ്പൊ നമ്മള് ഹൈലൈറ്റിന്റെ അടുത്ത് എത്തിയപ്പോ നല്ല ബ്ലോക്ക് കിട്ടി. എന്താ പറയല്ല ഫീൽ ബ്ലോക്ക് കണ്ടിട്ട് നമുക്ക് എന്തായാലും ഒരു 8 മണി എത്തുമ്പോത്തിന് ജിംഷാന്റെ ഫോണ് ഒരു സ്വൈര്യം കേട്ടൊന്ന് കേറിയപ്പോ തുടങ്ങിയ ഇതാണ്. ഹോയ് 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 ഹോയ്. ഒരിങ്ങോട്ട് വീട് എടുക്കണ്ടേ, നമ്മൾ അങ്ങോട്ട് വീട് എടുക്കണ്ട. അന്റെ ഒരു ഷോർട്സ് ഇന്നലെ മുതൽ കറങ്ങുന്നുണ്ട്. അതിനെ കുറിച്ച് എനിക്ക് എന്താ പറയാ? അതിനെക്കുറിച്ച് എന്താ പറയാന്ന് വെച്ചാ, തമാശക്ക് പോലും ആരും പ്രണയിക്കരുത്. ഈ പ്രായത്തില് റിലേഷൻ വേണ്ട. അതാണ് അത്രയും ബെറ്റർ.
ഒന്നും പറയല്ല ഒന്നും പറയല്ല. ആ വണ്ടിയിലും കുറച്ച് ആൾക്കാർ നോക്കുന്നുണ്ട്. ഇജിപ്പോ സൺറൂഫാണ് കയറിക്കോ ഞാൻ കയറിക്കോ കണ്ണാപ്പിയാവും. ജിമ്മി തുറന്നെടുത്തേക്കണേ റീന കേറോ കേറൂലേ കേറിട്ടോ മേലെന്നൊരു വ്യൂ എടുത്താ അങ്ങോട്ട് ബ്ലോക്ക് കാണിച്ചു കൊടുത്താ അപ്പൊ നമ്മള് ഹൈലൈറ്റിന്റെ അടുത്ത ബ്ലോക്കാണ് കാണിച്ചു തരണേ. ആ വേമം ചെന്ന വേമ്പേ വരിയിൽ കാക്കാം വേം പോയിക്കോളി. നമ്മള് മോട്ടറാക്കില്ലേ ഞാൻ ബ്ലോക്ക് നോക്കാൻ റീനാനോട് മോട്ടറാക്കി റീനാനോട് മോട്ടറായി. ഫോളോ ചെയ്യും പക്ഷെ കോയല്ല കേട്ടോ സിംഗിളാണ്. സംഭവം എന്താ വെച്ചാ റിനാന് പണ്ടേ ഞാൻ മറ്റേ പറഞ്ഞു കൊടുക്കട്ടെ. ഞാനും ഇവിടെ പറയും ഞാൻ പറയണ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ പറയുന്ന ധൈര്യമൊന്നുമില്ല. ആർക്കും ഒന്നും പക്ഷെ ഒരു പറയുന്നത് തേങ്ങ പറയും ഒലക്ക പറയും. അത് ഷാഹിന എനിക്കറിയില്ല ബ്ലോഗില് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞു കൊടുക്കല്ല. റീനാനമാര് പേടിണ്ടെങ്കിലേ കണ്ണാടിയുടെ സാധിച്ചാ നിങ്ങളൊന്ന് പറഞ്ഞേ ആദ്യം നെച്ചോട് പറഞ്ഞു അഫിയെ ആദ്യം എനക്ക് പറയാൻ നെച്ചോട് പറഞ്ഞാ ആ പറയും എന്നിട്ട് റീനാനും പറയും സൗദും പറയും എല്ലാരും പറയും. മാസിന് വേണ്ടാറ പറഞ്ഞു വേണ്ട പാവായിട്ടിരിക്ക് കണ്ണട ഒഴിവാക്കിട്ട് അടങ്ങിയിരിക്കട്ടോ കുറച്ചു നേരം. ഓ എനിക്കെന്നെ പാവം നോക്ക കണ്ടിട്ട് അടങ്ങിയിരിക്കേ. ഞാനല്ലേ ഇങ്ങള് ചിരിച്ചാൻ പാടില്ല, പാവായിട്ടിരിക്കണം. ചെങ്ങന്മാരെ എപ്പ നിക്കല് തുടങ്ങിയ ബ്ലോക്ക് അതെ തീരാത്തൊരു ബ്ലോക്ക്. കോഴിക്കോട്ടേക്കൊന്നും വരണ്ട കേട്ടോ ഈ ഒരാഴ്ച. എന്നാലും ഇത് എന്തൊരു ബ്ലോക്ക് അത് പോണായി. അപ്പൊ നമ്മള് ഹൈലൈറ്റ് മാളിൽ എത്തിട്ടോ. ബ്ലോക്കുകളൊക്കെ അതിജീവിച്ച് നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തി. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെയും ബ്ലോക്ക്. ഡ്രൈവർ ജിമ്മി നമ്മൾ സമ്മതിക്കണം കേട്ടോ. ഈ ബ്ലോക്ക് ഫുള്ള് കാലം തൈ സംഭവം ഒരു കാല് മതിയെങ്കിലും ആ ഒരു കാല് പോയി. എന്താ മറ്റേ പാലക്കാട് നമ്മളെ കൂടെ പാലക്കാട് ആരാണ് നോക്കണേ? നമ്മളെ ഇന്നലെ പാലക്കാട് ട്രിപ്പ് കഴിഞ്ഞ് ഉറക്കമൊക്കെ ഒഴിച്ച് നമ്മളിപ്പോ ഒന്ന് കൂടി. ഞാൻ ഉറങ്ങിക്കണല്ലോ. അങ്ങനെ പറഞ്ഞതല്ല, നിങ്ങളൊന്ന് ഹൈപ്പാക്കി പറയുമ്പോ 5 മണിക്ക് എത്തി 2 മണി വരെ കടന്നുറങ്ങിക്കുന്നു. അപ്പൊ ഈ വ്ലോഗിൽ ലാസ്റ്റ് ഞാൻ വർത്താനം പറഞ്ഞു. ഇതോടെ ഞാൻ വർത്താനം അതുവരെ റീന കൊണ്ടുവരാത്. എടാ സിദിനെ അവിടെ തന്നെ തലന്നിട്ടത് കൂടെ കാണില്ല തന്നെ. അപ്പൊ ചങ്ങന്മാരെ നമുക്ക് റൈഡ് കയറണ്ടേ?
ഏത് റൈഡാണ് എല്ലാത്തും സ്നോ വേൾഡ് ഫസ്റ്റ് ഏറ്റവും അടി ആദ്യം തന്നെ പോയിങ്ങാണ്ട് സ്നോ വേൾഡിലൊന്നും കയറില്ല കേട്ടോ. വല്ല വെടിവെപ്പോ മറ്റേ സ്ഥാനത്ത് കയറണോ? അത് മേലുണ്ട്. വേറെ ആദ്യം പോയി കയറാം. ആ ഉണ്ടോണ്ട് വെടിവെക്കൂലേ? തോക്കോണ്ട് വെടിവെക്കാം. ഞാൻ മറന്നിക്കണ്. ഞങ്ങളൊരു ദിവസം രാത്രി കയറിനി. എടാ ആ പാട്ടുകൾ നമുക്ക് വേണ്ട ദൂരി പഠിക്കണം. ഇപ്പൊ പാട്ട് എന്നാ ആയിഷ എത്തുമ്പോ ഒരു കട്ടിവിടൽ എന്താണ്? എന്തിനാ ആർക്കാണ് ഒന്ന് പറയാൻ പറ്റുമോ? തിരിച്ചല്ലേ ആർക്കാണ്? ഫർസാനാണോ? ഫർസാൻ കൊണ്ടേ ഇല്ല, പൂന്റെ പോയി. ഫുൾ ഓൺ. സൗദി കണ്ണാടിയിട്ട് നടക്കണോ മാള് കൂടെ? ഊരെടുത്തിട്ടോ? നമ്മക്ക് പേടില്ലല്ലോ അത്. ഒരു റീല് കിട്ടിയാലോ? രണ്ട് വണ്ടി പോയാ മതിയല്ലേ? ഞാൻ അപ്പളേ പറഞ്ഞു 2 വണ്ടി എടുക്കാം. തിരിച്ചെടുക്കണേ. അയ്യോ അയ്യോ എടാ ഇത് കൊടുക്കട്ടെ. ക്യാഷ് നോക്കില്ല, 20 രൂപ കൊടുത്ത് 20 രൂപ. പാർക്കിങ്ങിന്റെ സ്ഥലമൊക്കെ മാറ്റിട്ടോ. അവിടെ ഫുള്ളായിട്ടേ മക്കളെ ഇന്ന് ഇതിന്റെ ഉള്ളിൽ പെട്ടിട്ട് നമ്മള് സാധ്യതകൾ വളരെയേറെയാണ്. എല്ലാവരും പാർക്ക് ചെയ്ത് മന്ദം നടക്കുന്നു. ആളുകൾ എന്താ ഇല്ല ഇവിടെ നോക്കിയാണ്. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം. ഉണ്ട്. വെയിറ്റ്. ആ സൽമാൻ നോക്കിക്കണം. ഇഞ്ഞെടുത്തോ പിന്നെ സെക്യൂരിറ്റി ഒന്ന് മാറ്റി വന്നു ഇവിടെ. നീ അതിന്റെ മേലക്ക് ഇട്ടൂടാങ്ങട്ടെ. എന്നെ ഊക്കാൻ ആരുമില്ലെങ്കിൽ എന്നെ ഊക്കാൻ ഞാൻ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഫുൾ ടീം ഇതാ ഹൈലൈറ്റ് മാളിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോണ പോക്കല് വെറുതെ സ്വിച്ചൊക്കെ ആക്കുക. ഇത് മറ്റേ ബാബു ബോയ്സിൽ പോലെ ആദ്യമായിട്ട് നാട്ടിൽ ഇറങ്ങിയാറുണ്ടല്ലോ. ഭയങ്കര എക്സൈറ്റ്മെന്റ്. റീനാനൊക്കെ കയ്യൊക്കെ കൊട്ടി ചാടി കളിച്ചാ. ഔട്ട് ഓഫ് കുറ്റന്മാരെ ഫസ്റ്റ് ടൈം ആണോ? അല്ല ഉമ്മാനോട് എന്താ പറഞ്ഞ എടുക്കാന്ന് പറഞ്ഞേ? അപ്പിന്റെ വീട്ടിക്കാന്ന് പറഞ്ഞേ? കേരള കസാമിക്കാന്ന് പറഞ്ഞു പോകുന്നതാണ്. ആരടി ഒച്ചമുള്ളിലാക്കണേ? സൽമാൻ നമ്മള് പൊളിക്കൂലെന്ന് പൊളിക്കും. ചെക്കന്മാരെ ഹാപ്പിനെസ്. ഒരാൾക്ക് എത്ര പറഞ്ഞ്? ഒരാൾക്ക് 300. എന്ത് ചെയ്യണേ പറഞ്ഞോളൂ, നിങ്ങളിഷ്ടം.
നിങ്ങളെ ഇഷ്ടം. എന്താണ് വേഗം പറഞ്ഞോളി. കമ്പല്ലാത്തോലറിഞ്ഞ് കുറച്ചാളെ കമ്പല്ലാതെ ആവോ? വേഗം പറഞ്ഞോളിട്ടോ. എന്തുണ്ട്? അപ്പൊ എല്ലാരും റേസിങ്ങിന് കയറാനുള്ള പ്ലാനില്ല കേട്ടോ. ഇവിടെ റീലൊക്കെ പ്ലാനൊക്കെ ഉണ്ട്. റീലല്ലേ? അല്ല ആ ടയറൊക്കെ നമ്മ മറിച്ചിട്ട് പോണ്. കരയത്തുനിന്ന് മോട്ടറൊക്കെ നമ്മുടെ കുറെ ആൾക്കാരുണ്ട്. അല്ല അതൊക്കെ എടാ ഓ ആക്സിഡന്റ് ആയി. ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി. നമ്മളവിടെ വരെ ഇറങ്ങണ്ടോ. ഇവിടെ അങ്ങനെ ഇരുന്നപ്പോഴേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടോ. ഈ ഇരിക്കണ ചെറിയ കുട്ടി മുതൽ എല്ലാവരും ഫോണുമ്പിലാണ്. പല പല മേഖലകളിലായിട്ട് കണ്ടോ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. ഫോണില്ലാത്ത ഒരാളും ഇല്ല. കള്ള ഇനി ആക്കണ് അവിടെ ഒരാളിരുന്ന് എന്തോ തിന്നുന്നുണ്ട്. ആളെ മുന്നിലും എന്തുണ്ട്? ഫോണുണ്ട്. ഞം 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 ഞം. അവിടെ ഇരുന്ന് തിന്നണ ആളെ മുന്നിൽ എന്തുണ്ട്? ഫോണുണ്ട്. ഫോണില്ലാത്ത ഒരാളും ഇല്ല. ഇത് എടുക്കണ എൻ്റെ കയ്യിലുണ്ട് ഫോണ്. അപ്പം ഇനി കുറേ ആൾക്കാർ കമൻറ്റ് ഉണ്ടാവും നിങ്ങൾ എടുക്കണോ ഫോണിലല്ലേ. ശരിയാണ്, അതേ പറഞ്ഞത് സംഭവം. ഓ പോക്കേ കാലത്തിൻ്റെ ഒരു പോക്കേ. ഫോണൊറ്റ കയറ് അല്ലേ ഇതിനെ ഇപ്പത്തെ തലമുറൻ്റെ ഒരു പോക്കേ. അതേ പറഞ്ഞ സൗദ കയ്യിലോട്ട് മുങ്ങിക്കണ്. രണ്ട് കുട്ടികളാണ് ഒപ്പം ഡീൽ ചെയ്യണേ. മറ്റേ സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കിട്ടേ ഒരു സ്ക്രീൻ സ്പ്ലിറ്റ് ആക്കിട്ട് ഒരു സൈഡിൽ ചിഞ്ചും ഒരു സൈഡിൽ മഞ്ചും. എന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യണം. അതൊക്കെ പ്രൊട്ടക്ഷന് ഗ്ലാസ് ഇട്ടിക്കണേ. പ്രൊട്ടക്ഷൻ ഒറ്റ ബാക്കടി ബാക്കടി അടിച്ച് സംഭവം നമ്മൾ പോസ്റ്റ് ആയിട്ടോ. എന്താ വെച്ചാൽ ഈ ആൾക്കാർക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഇബിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ പോസ്റ്റാണ്. വെയിറ്റ് ആക്കുക. അടുത്ത ചെക്കന്മാരാണ് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞിട്ടാ കാക്ക. അതിൽ വാമപ്പൊക്കെ തുടങ്ങിക്കണ്. എടാ സ്പോർട്സോ? എടാ രണ്ട് പുഷപ്പൊക്കെ അടിക്കി. ഗ്ലൂക്കോസ് പൊടി തരാ. ആ സൽമാന ട്രെയിനർ കേട്ടോ. ട്രെയിനർ സൽമാൻ. കുട്ടി മെസ്സേജ് ഇപ്പൊ വരാൻ പറ്റൂല. കുട്ടി ലൈസൻസ് ഉണ്ടെങ്കിൽ കയറിയാൽ മതി. ലൈസൻസ് ഉണ്ടെങ്കിൽ കയറിയാൽ മതി പറഞ്ഞു അല്ലേ. സുഹൃത്തുക്കളെ മൂന്നാൾക്ക് ആദ്യത്തെ മൂന്നാൾക്കാരാ അതിനൊരു തീരുമാനമാക്കിയിട്ട് ഞാൻ അവിടെ പോയി അടിവിടാൻ നിൽക്കില്ലേ? നാലാൾ. ആരൊക്കെ? നെയ്യ് നാലാൾക്കാർ അല്ലേ? നിങ്ങൾ മൂന്നാളൊപ്പം
അപ്പോൾ നമ്മൾ അർബാബ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവില്ല. കാരണം റിനാൻ ഇട്ടിക്കണ അർബാബിൻ്റെ ഷൂസ്, അർബാബിൻ്റെ പാൻറ്, അർബാബിൻ്റെ ഷർട്ട്, അർബാബിൻ്റെ വാച്ച്. അതാ സിദിൻ്റെ കാലുമേ ഈച്ചുവിൻ്റെ ഷൂസ്, അതാ സൗദിൻ്റെ കാലുമേ അർബാബിൻ്റെ ഷൂസ്. അപ്പോൾ അർബാബ് ഇല്ലെങ്കിലും അർബാബിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ആ ഒരു കുറവും ഞങ്ങൾ ഇതാക്കണില്ല. ഓരോ സാധനങ്ങളും വാച്ചാവട്ടെ എന്തുമാവട്ടെ ഒന്നും നശിച്ചു പോവില്ല. ഒക്കെ ഞങ്ങളിലൂടെ അതെ ഷൂസ് എങ്ങനെ ചങ്ങായി തുരുമ്പിടിച്ച ഈ എൻ്റെ സൈസ് എത്ര 8 മുമ്പിലുണ്ടോ അല്ലേ? അല്ല ഇന്റേതൊക്കെ 7 സൈസ്, എന്റേതൊക്കെ 8. ഓ ഇതൊക്കെ ഇതുവരെ വരലില്ല. ഇവിടെ അങ്ങോട്ട് ഫ്രീയാ. എന്താടാ അത് എങ്ങനെ കാലുമ്പോ നിക്കണേ? അത് അർബാബ് ഗിഫ്റ്റ് ചെയ്ത ഫാൻ്റെ അല്ലേ? ആണോ? എന്നാലും അർബാബ് വേഗം വരൂ അർബാബ്. ഓ ലീവ് ചെയ്യാനായിക്കോ. സാധനങ്ങളൊക്കെ റിട്ടേൺ എത്തിക്കുക എല്ലാവരും. എന്താ കൊണ്ടുവരാൻ പറഞ്ഞേ? ജിതിന് എനിക്കെന്താ പറഞ്ഞേ? മുട്ടായി, സ്വീറ്റ്സ്, ഐപാഡ്, ഐഫോൺ, PS5 കൊണ്ടുപോകാനല്ലേ? അവിടുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. വാഷിംഗ് മെഷീൻ പറഞ്ഞിട്ടില്ല. ഞാൻ ലൂത്തല്ലേ പോ. നമ്മളെ അനു കളക്ഷൻ എടുക്കാൻ പോയേക്കാൻ, അനു പരിപാടിക്ക് പോയേക്കാനാരാ ദുബായിക്ക് കളക്ഷൻ. എന്തൊരു കഷ്ടം. എന്താ സൽമാൻ ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാനൊന്നും മുണ്ടിടില്ല. എടാ നമ്മളെ റൈഡ് ആവാനായിട്ടുണ്ടോ? ഇത് ഫുള്ള് ആ കറങ്ങുന്ന ആൾക്കാരെ ഫാമിലി നിൽക്കണേ. എത്രനായി? 116. റീനാനോ? അപ്പൊ സുഹൃത്തുക്കളെ, നിലമ്പൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ഈ ഒരു എളിയ യാത്രയിൽ റിനാന് എത്ര ഊക്കാണ്? 116 ഊക്കുകൾ. അതായത് എണ്ണത്ത് പെട്ടത് 116 എന്നാണ് പറഞ്ഞത്. പാവം കടക്കണ നോക്കി. ഇനി തിരിച്ചു ഇതേമാതിരി അല്ലേ വീട്ടിൽ എത്തോളം എണ്ണ നമ്മള് ലാസ്റ്റ് പറഞ്ഞായിരുന്നു കേട്ടോ. എന്താ പറയല്ലേ സൽമാനെ? എന്താ പറയല്ലേ? റൈഡ് കയറിയതിന് മുമ്പ് കുത്തിപ്പൊളിച്ചും മുകളിൽ പോവാ. അപ്പൊ നമുക്ക് ഡെസേർട്ട് സഫാരിക്കൊന്നുമില്ല ആവത് നമുക്കില്ല അല്ലേ? മരുഭൂമി ഇല്ലാത്തതുകൊണ്ട്. അല്ല റിനാനെ നമ്മളെ പറയുക നിങ്ങളല്ലേ ഫസ്റ്റ് വീഡിയോ എടുക്കാനാണ് പറത്തി വിടരുത് ബസ് തന്നെ. എപ്പോഴേ പറയാ എത്ര ലാപ്പ്? 2 ലാപ്പ് മതി. പിന്നെ 2 ലാപ്പ് ആയിട്ട് ഇവിടെ നിൽക്കുക, പിന്നെ മത്സരം തുടങ്ങാം. അങ്ങനെയാണ് കളി. 2 ലാപ്പ് നമ്മൾ വീഡിയോക്ക് വേണ്ടി മാറ്റിച്ച് ബാക്കി 8 ലാപ്പ് മത്സരം. ലാപ്പാണ് ബാക്കി 8 ലാപ്പ് മത്സരം. ഓക്കെ. അപ്പൊ 10 ലാപ്പില് 8 ലാപ്പ് മത്സരം, 2 ലാപ്പ് വീഡിയോ. ഓനെ ക്ലാസ് എടുത്ത് തരാം. ക്ലാസ് എടുത്ത് തരാം. പിന്നെ പിന്നെ സ്റ്റിയറിംഗ് വന്നിട്ട് നല്ല ഹാർഡായിരിക്കും. പവർ സ്റ്റിയറിംഗ് അല്ല, കാറിൻ്റെ സ്റ്റിയറിംഗ് പോലെ അല്ല, നല്ല ടൈറ്റുള്ള സ്റ്റിയറിംഗ് ആണ്. ടേൺസിലൊക്കെ എത്തുമ്പോൾ ഫുള്ളായിട്ട് തിരിക്കും, എന്നാലേ ടേൺസ് കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾ കാറിലോട്ട് കയറുമ്പോൾ ഈ ബോഡി തന്നെ കാലിൽ കയറാം. അതായത് തിരിച്ചിരിക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് കാറിലോട്ട് കയറുമ്പോൾ ഈ ബോഡി തന്നെ ചവിട്ടി കയറാം. ഇവിടെ നിങ്ങൾ റൈറ്റിലേക്ക് വയ്ക്കാം, അപ്പുറത്ത് ലെഫ്റ്റിലേക്ക് വയ്ക്കാം. 2 ബോഡി ഉണ്ട്. ഇവിടെ റൈറ്റിലേക്ക് വയ്ക്കാം, അപ്പുറത്ത് ലെഫ്റ്റിലേക്ക് വയ്ക്കാം. അതുപോലെ കാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയറുമ്പോൾ പിന്നെ സീറ്റിൽ ഇരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം കൈ തട്ടാൻ പാടില്ല, കൈ ടച്ച് ചെയ്യാൻ പാടില്ല. ഇതിൽ കൈ ടച്ച് ചെയ്യാൻ നോക്കാം. ഇതിലിടാം. ഈ ട്രാക്ക് ഒന്ന് മാത്രം കൈ ടച്ച് ചെയ്യാൻ നോക്കാം. ഇത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. ഇതിന് മാത്രം കൈ തട്ടരുത്. അതുകൊണ്ട് കാട്ടിലെ സൈലൻസ് ആണ്. നിങ്ങൾ നല്ല ചൂടുണ്ട്, നല്ല ഹോട്ടായിരിക്കും. അതുകൊണ്ട് കൈ തട്ടി കഴിഞ്ഞാൽ കയ്യിൽ തൊഴിയൊക്കെ ഫുള്ളായിട്ട് അത്രയും ചൂടായിരിക്കും.
നിങ്ങൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം, പിടിക്കാൻ പാടില്ല, നിങ്ങളെ മേടിക്കാൻ പാടില്ല, ഈ കാണുന്ന ടയറിന് മേടിക്കാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് നല്ല സ്പീഡിൽ കൊണ്ട് ഇടിക്കുന്ന വെച്ചാൽ കാട്ടിന് നല്ല കംപ്ലൈൻറ്റ് വരും. നിങ്ങളുടെ ബോഡിക്ക് പറയാൻ പറ്റില്ല, ഇഞ്ചുറി വരാൻ സാധ്യത. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൊള്ളിച്ചത്. അപ്പോൾ റൈഡിൽ കയറട്ടോ. കാരണം എന്താ വെച്ചാൽ ഹെൽമെറ്റ് കുറേ ആൾക്കാർ ഇടുന്നതുകൊണ്ട് നമുക്ക് തലമ ആദ്യം ഇങ്ങനെ ഒരു ക്യാപ്പ് ഇടാൻ തരും കേട്ടോ. നമ്മളെ കുക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ക്യാപ്പ്. അപ്പോൾ ആദ്യത്തെ 4 ആൾക്കാർ റൈഡിൽ കയറാണ്. ഇതാണോ ഇതിട്ടോ? അഫി പറഞ്ഞില്ലേ ഇതില്? അഫി ഇതിലല്ലേ? ഈ റൗണ്ടിൽ നമ്മളാണ്. കേറിക്കോളി. അഫി ഫസ്റ്റ് അടിക്കൂലേ? സൽമാനോ കാണിക്കാണ്. ഓക്കെ, എടാ നല്ല ടൈറ്റാ പക്ഷെ മൂവായ സെറ്റാവും. ചിക്കൻ പൊള്ളിച്ചത്. 4 ആൾ കയറി ഇരുന്നിക്കണം കേട്ടോ. അപ്പൊ പോവാണ്, നമ്മളെ വണ്ടികൾ പോവാട്ടോ. ആ പോണ് പോട്ടെ. വീട്ടെടുക്കണമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്, ഒക്കെ മറന്ന്. വണ്ടി കൈ കിട്ടിയപ്പോ ഇതിന് പ്ലാനൊക്കെ മറന്നു. ആ പോണ് ഇവിടെ എന്താ വെച്ച് അവിടെ എന്തേ? എവിടെ അങ്ങനെ കുത്തിക്കണ്, നല്ല പോക്കിക്കണേ. എന്ത് മേലാണ്? സീനൊന്നുമില്ലല്ലോ. അല്ല അത് എന്താ ഇത് കഴിയാ സൽമാൻ പോണു കേട്ടോ. സൽമാൻ കൊട്ടി പറഞ്ഞു പോണു കേട്ടോ. ഓനോട് വിശദീകരിച്ചു കൊടുക്കണം എന്താ സംഭവിച്ചേ. ഞാൻ അവിടുന്ന് ഇങ്ങനെ തിരിച്ചേ എനിക്ക് ബ്രേക്ക് കിട്ടിയില്ലേ, ഇതിന്റെ പ്രശ്നല്ലേ. വണ്ടിക്ക് എന്തോ പ്രശ്നണ്ടേ, ടയർമ പോയി ഇടിച്ചതാണേ, അതിന്റെ പ്രശ്നമല്ലാന്ന്. വണ്ടി തരി
കുറച്ചേരം കൂടി ഞാൻ ഓട്ടട്ടെ. നമുക്കില്ലേ ലാഗായി എന്തോ സംഭവിച്ചിട്ടവിടെ ഒരു വൻ ആക്സിഡന്റ് ഇനി വണ്ടിന്റെ ഓണർ ചെല്ലുണ്ട്. സൽമാൻ തന്നെ പറഞ്ഞ് സോൾവ് ആക്കി. ഫൈനോട് കൂടി വീണ്ടും റൗണ്ട് റിങ്ങിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. സൽമാ ഒന്നിച്ച് വിഷയമല്ല അത്. സ്റ്റാർട്ടാക്കി വിട്ടിട്ടോ. ഓ സൽമാനിക്ക റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. വീണ്ടും രണ്ടാം ഗണത്തിലേക്ക് സൽമാനിക്ക തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിന്റെ മുതലാളിമാരൊക്കെ ചെന്നിട്ടോ. കാക്കാർ എന്നെ നടുന്നാണ് മാറിക്കളി. ഈ പീരാന്തന്മാരാണ് വണ്ടി കൊണ്ട് ഇതാക്കണേ. ഓടിക്കോളി ഓയ് ഓയ്. ഒരു കൂട്ടിയിടും കൂടി ഞാൻ മണക്കുണ്ട് ഈ പോക്ക് കണ്ടിട്ട്. ആരാണ് ആ പോണ്? സൽമാനെ മൂട്ടില്. സൽമാനെ കുത്തല്ലേ? സൽമാനിക്ക നിർത്താൻ പറയണ്ടോണ്ട് ആകെ വിഷയങ്ങള്. ഈ ചെങ്ങൈമാരെ നമുക്ക് കയറിയപ്പോ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. വൈദ്യുതിക്ക് ഓടിക്കൊണ്ടിരുന്ന റൈഡൊക്കെ നിന്ന് എണ്ണ കഴിഞ്ഞു, പെട്രോൾ കഴിഞ്ഞു. നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ പരിക്ക് പറ്റിയാൽ സ്പ്രേ അടിക്കാൻ പോലും അതേമാതിരിയാണ് ഇവിടെ. ഇവിടെ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞാൽ അപ്പം തന്നെ പെട്രോളും കൊണ്ട് ചെല്ലും. ഈ ബല് കയറിയപ്പോൾ തുടങ്ങിയ പ്രശ്നമായിട്ട് മുന്നിലാരാ? ഞാനാക്കണം ഇവിടെ. ആരാ? റീനാനോ? റീനാൻ കുടുങ്ങി കിടക്കട്ടോ. രക്ഷപ്പെടുത്താൻ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു കേട്ടോ. അവിടെ ബ്ലോക്ക് കൂട്ടിടിച്ച് ഈ സെൽമ നിരത്തി കുത്തണല്ലോ കണ്ടിട്ട്. ആ പോണ് ഓന്റെ വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. നിരത്തി കുത്തുക.
ജിംഷാനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുക കേട്ടോ. നമ്മള് മെല്ലെ പോവുള്ളൂ. കുടുങ്ങി കിടക്കണേ ഫർസാനെന്താ കയ്യാത്ത വന്നിട്ടോ പറയൂ. സ്പീഡ് പോകാൻ വയ്ക്കില്ലേ? അതാ അടുത്തതായി ബാസിലിക്കോ. ഓ ബാസിലിക്കും സൗദ കേട്ടോ മത്സരം. സൗദ ജയിക്കോ? എന്താണ് പെരുമ്പൊക്കെയാണ്. ഈ വണ്ടി തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി നിൽക്കും, പിന്നെ പോകണല്ലോ. ആകെ പ്രശ്നായി. വോയിസ് ഓവർ പറഞ്ഞ സീറ്റ് ബെൽറ്റ് എടാ സീറ്റ് ബെൽറ്റ് ഇട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ ബാസില് പോകാൻ വേണ്ടി റെഡി ആവാണ്. അതെ സുഹൃത്തുക്കളെ ബാസിലാണ് ഇനി പോകുന്നത്. സൗദ എന്തൊക്കെയുള്ളത് നോക്കണ്ട കേട്ടോ. പ്രോ ആയിട്ടുണ്ടാവും അല്ലേ? ഓട്ടി 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 കണ്ട് വമ്പ മത്സരം കറക്റ്റോ സൗദും ബാസിലും. ബാസിലൊരു പുച്ഛത്തോടുള്ള ചിരി ഇരിക്കണ്ട് സൗദിനെ നോക്കിയിട്ട്. ജു വിട്ടോ കാണാം. ബാസിൽ വ്യത്യാസം കിട്ടുന്ന മാതിരി. അതാ ബാസിലെങ്ങനെ അത് തട്ടിച്ചിട്ടാണ് ഓടിച്ചത്. ബാസിൽ ആട്ടിയോടി. ഓ കാണികൾ സൗദ് ജയിക്കുമോ ബാസിൽ ജയിക്കുമോ? സൗദ് വമ്പം പോക്കിട്ടോ. ബാസിലെ ഇത്യാവസം ഓട്ടുന്ന മാതിരി നിലമ്പൂർ കൂടെ ഇത്യാവസം ഓട്ടുന്ന മാതിരി ഓട്ടുന്നേ. ആ ഓ അത് രണ്ട് പോക്കോയാ നിന്നോളൂ അവിടെ. ബാസിലിന്റെ ഡ്രൈവിങ് എങ്ങനെ വെച്ചാൽ എവിടെയും തട്ടിക്കൂല, നല്ല നൈസ് പോക്കാ. മറ്റങ്ങനല്ല, എല്ലായിടത്തും തട്ടിച്ച് ഭയങ്കര വളച്ചൊടിച്ചും ഡ്രിഫ്റ്റ് ചെയ്തിട്ടൊക്കെ അലമ്പാക്കി. ഫുൾ അലമ്പാക്കിട്ടാണോ അവിടുന്ന് ഇവിടുന്ന് ഒരു അലമ്പാക്കലുണ്ട്. ബാസിലുണ്ടല്ലോ നൈസില് സ്മൂത്ത് ആയിട്ട്. ഓ നിലമ്പൂരങ്ങാടി കൂടെ വണ്ടി ഓട്ടുന്ന നൈസിൽ ഇവിടുന്ന് ഒരു തിരിയിരിക്കും കേട്ടോ. കണ്ടോ ആ പോണ് ബാസിലുണ്ടല്ലേ സ്മൂത്ത് ഡ്രൈവ്. ഒരു നാക്കിലെവിടെയും തട്ടിക്കാതെ. ഓ കണ്ടിട്ട് തന്നെ വാവ് ഒരു ഫീലുള്ള ഡ്രൈവിംഗ് ആണ് ബാസിലിന്റെ. ഫീൽ ഡ്രൈവ്. ഓ ബാസിൽ ഒപ്പത്തിയടാ. സൗദ് പേടിച്ചുട്ടോ. സൗദ് പേടിച്ച്. ഓ ബാസിൽ ഒപ്പത്തി. അവസാനം 2 ലാപ്പും കൂടെ ഉള്ളു കേട്ടോ. അവസാന നിമിഷത്തിലോട്ട് കടക്കുമ്പോൾ ബാസിൽ ജയിക്കുമോ സൗദ് ജയിക്കുമോ? കാണികൾക്ക് എന്താ പറയുക, ആര് ജയിക്കുക? സൗദ്. എല്ലാരും പറയുന്നത് സൗദ് ജയിക്കുന്നാണ്. ഇനി ഇത് ഒറ്റ ലാപ്പും കൂടെ ഉള്ളൂ, ലാസ്റ്റ് ലാപ്പാണിത്. ഒറ്റൊന്നും കൂടെ ഉള്ളൂ. ബാസിൽ പെടുന്നൊരു ഇതൊക്കെ എടുത്താൽ ബാസിൽ ജയിക്കാൻ പറ്റും എന്നാണ് നമുക്ക് തോന്നുന്നത്.
ലാസ്റ്റ് ഇല്ല ബോളില കിട്ടോ, ജസ്റ്റ് മിസ് ഇട്ടോ. അപ്പോ കോഴിക്കോട് നിന്ന് തത്സമയം സൽമാനൊപ്പം അഫീഫ് അല്ല സൽമാൻ എന്ത്. അപ്പൊ നമുക്ക് ഡ്രിഫ്റ്റേഴ്സിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായി നെക്സ്റ്റ് സൗത്ത്. ബെസ്റ്റ് ഡ്രൈവർ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒറ്റ സ്വരത്തിൽ പറയും തടിയില്ല. സ്മൂത്ത് ഡ്രൈവിംഗ്. ഒരു 5 മിനിറ്റ് കൂടി നമ്മളെ പിടിച്ച് നമുക്ക് അതിന്റെ ഒരു എയിമായി വരുന്നുള്ളേ. കാണിച്ചു നോക്ക്. റിനാൻ കൂറ്റമ്പാറ നമ്മുടെ ഇറങ്ങി ഡ്രൈവിംഗ് എങ്ങനെ നഫിയ? ഡ്രൈവിംഗ് ബാസിലൊക്കെ കറക്റ്റ് ഏറ്റവും പോണ മാതിരി സ്മൂത്ത് ഡ്രൈവിംഗ്. മെല്ലെ ഇങ്ങനെ നല്ല എന്താ ചെയ്യാ. പവർ ഡ്രൈവ് പവറൊന്നും നോക്കിയില്ല, വണ്ടിന്റെ സ്മൂത്ത്നെസ് നോക്കി. വണ്ടി സ്മൂത്ത് ആണോ? റാഷ് ഡ്രൈവിംഗിലെ വണ്ടിയുടെ സ്മൂത്ത് ആണോ നോക്കി? എന്നാ വിട്ടാലോ? നമ്മൾ കഴിഞ്ഞില്ലേ? ഹാപ്പി അല്ലേ എല്ലാവരും? ഹാപ്പി. ഫസ്റ്റ് എനിക്ക് കിട്ടിയോണ്ടേ. ഓ വീഡിയോയില് കിട്ടാൻ വേണ്ടിയാണ് ഫസ്റ്റ് കയറി കേട്ടോ. ഇതാക്കണേ എടാ ഒരാൾ തേടുന്ന് തുടങ്ങി. തേടാൻ ആരും നിക്കണില്ല കേട്ടോ. അതെ അത് ഏറ്റെടുക്കാൻ റീനാനെത്തി. ഇതൊക്കെ വീഡിയോക്കും വേണ്ടിയാണ് കേട്ടോ. റീല് കാണുന്ന ആൾക്കാർ വേണ്ട കമന്റ് ഇടണം കേട്ടോ റീലിന്റെ അടിയില്. എടാ റീൽ എടുത്ത് റീല് പേടിക്ക്. എടുത്തോ. അപ്പൊ റീലില് ഫസ്റ്റ് എനിക്കല്ലേ? അല്ല ശരിക്കും ഫസ്റ്റ് റീല് വരുമ്പോ എല്ലാരും എന്റെ അടി പോയി കമന്റ് ഇടണം കേട്ടോ. അടി ഇടിച്ചിട്ടേ ഇങ്ങോട്ട് അടുത്ത് പോവാ. ഇത് എടുത്ത് ഡോക്ടറെ കടണ്ടി കേട്ടോ പോകുമ്പോ. ആക്സിഡന്റിൽ പറ്റിയതാട്ടോ. അല്ല ടീഷർട്ട് വലിച്ചിട്ടില്ലേ? വലിച്ചിട്ടില്ലേ ടീഷർട്ട്? പരിക്ക് കാണട്ടെ, കാണികൾ പരിക്ക് കാണട്ടെ. കാണിച്ചോക്ക്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ കയറിയത് ഹൈലൈറ്റ് മാളിന്റെ മുകളിലുള്ള സ്പീഡ് വേ കാലിക്കറ്റിൽ നമ്മൾ കയറി കേട്ടോ. നൈസ് റൈഡാണ്, എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അടിപൊളി. ഇനി നമ്മുടെ ചെക്കന്മാരൊക്കെ ഹാപ്പിയാണ്. നമ്മൾ പോവാട്ടോ. വരി. ഹോയ് ഞങ്ങൾക്ക് കുറച്ച് ആവേശം കൂടുതലായിരുന്നു. ഒരു സ്റ്റെപ്പ് കൂടെ ഏറെ കയറി. കള്ളക്കട കണ്ണിൽ നോമ്പ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഡൊബനും ചെക്കന്മാർ പുറത്തേക്ക് വരുന്നത് മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എല്ലാവരും എന്താ ചിരിച്ചിട്ട് വ്ളോഗ് കണ്ടിട്ട് എല്ലാവരും ചിരിച്ചു. അപ്പനൊക്കെ പേടിച്ചിട്ട് എന്നെ ചിരിച്ചു, ഇന്നൊന്ന് കൊണ്ടുപോകും. ഇതിനെ ഇവിടെ വാ, അന്നോടാ ചോദിക്കണ്ടേ. ഏറ്റവും കൂടുതൽ ഫാൻസിലെ ആളുണ്ട് ജിതിന്. എല്ലാവരും വന്ന് അറിയുന്ന ജിതിനാണ്. എങ്ങനെയുണ്ട് എൻ്റെ എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. അതെന്ത് കുഴപ്പമില്ലാത്ത രസമുണ്ടായിരുന്നോ? എക്സ്പീരിയൻസ് വണ്ടി ഓടിച്ചല്ലേ? വണ്ടി ഓടിച്ചതല്ല, ഇവിടെ നമ്മൾ പുറത്ത് ഇപ്പം ജാതിട്ടാണല്ലോ നോമ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങണേ വ്ളോഗിലൊക്കെ വന്നിട്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? മതിയായോ? മതിയായി ഇന്നത്തോടെ ഇടങ്ങേറുണ്ടോ? പ്രൈവസി നഷ്ടപ്പെട്ടോ? ഇനിയിപ്പോ കുട്ടീനെ കൊണ്ടൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. മെയിൻ പ്രശ്നം അതാണല്ലോ. ആ ഓനെ ആകെ ഇതായിന്ന് ആൾക്കാരെ അറിയുന്നൊക്കെ സന്തോഷമാണ്. എന്നിട്ട് കുട്ടീനെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇനി എന്റെ ഒരു ടൈപ്പ് നടക്കൂല.
ആരെങ്കിലും ഇവനെ ഏതെങ്കിലും പെൺകുട്ടീനെ കണ്ട അപ്പൊ ഞങ്ങൾക്ക് ആർക്കും എനിക്കോ ബാസിലിനോ ഹനാനോ ആർക്കെങ്കിലും വീഡിയോ എടുത്ത് അയച്ചു തരാം കേട്ടോ. കണ്ണോർത്തിട്ട് പറഞ്ഞ അത്രേ ഉള്ളൂ. ഇവനാണ് മെയിൻ പ്രശ്നം. എന്നോട് ചോദിക്കണേ ഇനിയിപ്പോ കുട്ടീനെ കൊണ്ടൊന്നും വരാൻ പറ്റില്ല. കുട്ടി ആയിട്ടൊന്നുമില്ല, എന്നാലും കുട്ടീനെ കൊണ്ടൊന്നും വരാൻ പറ്റില്ല. ദുബായി നേരും എന്നാ വണ്ടി വണ്ടി അഫിയ പാട്ടം പാടിക്കാം. ലജ്ജാവതിയെ പുതിയ വർഷം ലജ്ജാപതിയെ നിന്റെ അത് എല്ലാവരും പാടിനല്ലോ നേരത്തെ. ഇപ്പൊ ആർക്കും പാടണ്ടേ? 3, 2, 1 ഗോ. ലജ്ജാപതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ DJ വേർഷൻ ഉണ്ട്. ആ ബീച്ചൊക്കെ ഇട്ട് വരുമ്പോ വേറെ രസമുണ്ടാവും. എന്തായാലും മാറിക്കണ കേട്ടോ. എന്തായാലും ഒരു സങ്കടം. ടെൻഷനായോ? ഇനിയിപ്പോ എങ്ങനെ കുട്ടിനെ കൊണ്ട് മോളേക്ക് ഇറങ്ങാം? റിനാന് എനിക്കമ്മാരി പേടില്ലല്ലോ. ആ പിന്നെ അതത്രേ ഉള്ളൂ. നമുക്കറിയാം തന്നെ എനിക്കറിയില്ല. ബൈക്കൂടെ ഉണ്ട്. ഇജ് കൂറ്റം പറക്കാട്ടോ. എന്റെ അർബാബില്ലാത്ത വീട്ടിലേക്ക് ഞാനില്ല. എനിക്കൊരു സർപ്രൈസ് ഉണ്ടാവില്ല. അർബാബൊന്നും കൂടെ വിളിച്ചിട്ടുള്ളൂ. എന്താ വിശേഷം? സോറി, സംസാരിക്കാൻ വയ്യ. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. എല്ലാരും ആകെ സൈഡായി ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിട്ടോ. ക്ഷീണുണ്ടോ? ഫോൺ എടുത്താണ്ട് സ്റ്റോറി ഇട്ടാണ്ട് വട്ടം കറക്കാം. അപ്ലോഡിങ് ആണുള്ളൂ. റിനാനെ ഇന്റർവ്യൂസേ റിനാനെ ഇവിടെ വാ. ഞാൻ വേറെ കാര്യം പീസ് എടുക്കട്ടെ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും നമ്മളെ കോഴിക്കോട് മിനി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെവസിലൊക്കെ എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്കുക. നല്ലൊരു ഡേ ആയിരുന്നു. എല്ലായിടത്തും പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു വണ്ടി ഓട്ടം എല്ലായിടത്തും പോകാനും പറ്റില്ല. യാത്ര നമ്മൾ അടിപൊളിയാക്കി, അത്രേ ഉള്ളൂ. അതായത് കൂടുതൽ നമ്മളെ ഉഷാറാക്കിയത്. അതിന് പിന്നെ പാട്ട് ഇതൊക്കെ ഇട്ടുണ്ട്, നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. എങ്ങനെ ദിവസം കിട്ടില്ല ട്രിപ്പ് മൂടായി പെട്ടെന്നുണ്ടായ പ്ലാനേ. നാളെ വരുമ്പോ എല്ലാരും യാത്ര വിവരണം ഉണ്ടാക്കിട്ട് വരാം.
പോയണ്ടാവല്ലോ പിറ്റേന്ന് വരുമ്പോ എഴുതി കൊണ്ടുവരാൻ പറയണേ. ഇവിടെ ഏറ്റെടുത്ത് മാഷ് പക്ഷെ ബാക്കിയുള്ളവരും വിജയിപ്പിച്ചില്ല, ഭൂരിപക്ഷം വിജയിപ്പിച്ചില്ല. എടുത്താ മതി. പറയ് എങ്ങനെയുണ്ടായി? സുഹൃത്തുക്കളെ, അപ്പൊ ഇന്നത്തെ യാത്ര നമ്മള് ആനന്ദകരമായി ആനന്ദിച്ചു. ചെക്കനോടെ ബോസേ അല്ല റിനാനോടെ ഈ നട്ടപാത്രക്ക് ഇങ്ങനെ ഇരിക്കണ്ടല്ലോ മുത്തേ. കണ്ണൊന്നും തുറക്കണില്ലേ? ആ കണ്ണന്നെ മാറ്റിക്ക. പറയാ എങ്ങനെയുണ്ടായി നമ്മളെ ട്രിപ്പ്? എൻജോയ് ചെയ്ത് സെറ്റപ്പ് ചെയ്നി. നമ്മളെ റൈഡൊക്കെ കിട്ടില്ല, അതന്നെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്. വണ്ടിയിലോ? വണ്ടിയില് പൊളിച്ചടിക്കും എല്ലാം മറന്നതിനനുസരിച്ച്. അത് മതി, നല്ല റിവ്യൂ. 136 ഊക്കി ഇന്ന് വാങ്ങി. അംബാനി മൂട് നമ്മളിന്ന് പൊളിച്ചടക്കി തകർത്ത് പൊളിച്ച് ഊക്ക് കൊറേ വാങ്ങിക്കണെങ്കിലും പരിപാടി വിഷയല്ലാത്ത ചെക്കന്മാരോട് നമ്മളല്ല, അത് രസാണ്. ഞാൻ മരിച്ചോ അങ്ങനെയാണെങ്കിൽ എനിക്കും പറയണ്ടേ, അതിന് സൗണ്ട് കൂട്ടിയ മുണ്ടണ്ട. നമുക്ക് കൊറേ ഒരു കമന്റ് ഇഷ്ടം പോലെ കേട്ടോ. സൗദ് പ്ലസ് സ്കൂളത്തെ കുട്ടികൾ കാണൂലേ? പിന്നെ സ്കൂളത്തെ കുട്ടികൾ കമന്റ് വരും. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, ഈ വ്ളോഗില് നമ്മൾ ജസ്റ്റ് ഒന്ന് ഭീഷണിയിൽ ഒതുക്കിക്കണേ. ഇഞ്ഞോ എന്തേലും പറഞ്ഞാ അടുത്ത വ്ളോഗിൽ നമ്മൾ സൗദിന്റെ എല്ലാ ഡീറ്റെയിലും കൃത്യം പുറത്തു വിടും. തെളിവ് സഹിതം. അപ്പൊ ഭീഷണി നടക്കുക വേണ്ട. ഡീറ്റെയിൽ പറഞ്ഞാല് റോഡത്തെ വീഡിയോ ആരോടും അങ്ങനെയുണ്ട്. നമ്മളെ ചങ്കാലോ നമ്മളെങ്ങനെ കാട്ടും. സാമ്പിള് വെച്ചോട്ടെ, സാമ്പിള് ഓഡിയൻസിന് കളി മാറും. ഒരുപാട് എന്തൊക്കെ കേൾക്കാണ്ട് ഒക്കെ നിങ്ങളെ കല്യാണത്തിന്റെ ടൈമിലായി. വീഡിയോ അധികം നമ്മള് ലോങ് കൊണ്ടുപോണില്ല, എല്ലാവർക്കും ഉറങ്ങണം. വീഡിയോ ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നൊരു അടിപൊളി വ്ളോഗ് നമ്മളെടുത്തത്. അപ്പൊ എല്ലാവരും പരമാവധി മാക്സിമം എന്റെ കണ്ടമാന സാധനം പേരൊക്കെ കയ്യിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണ്ടോ. അപ്പൊ ഇജ്ജ് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ഇജ്ജ് ചെയ്യേണ്ടത് ഇതേമാതിരി ബെൽറ്റൊക്കെ ചൊപ്പിച്ച് എന്റെ കയ്യിൽ പുറത്തിടാൻ ജിമ്മിനോട് ഞാൻ കളിച്ചാലല്ല. ഇതൊക്കെ നമ്മളോടെ കാട്ടരുത്. അർബാബ് നമ്മള് ആരുടെ കാട്ടരുത്. ഇപ്പൊ ഞങ്ങള് കൂടുമ്പോ മെയിൻ ഇരയിൽപ്പെട്ട ഒരാളാണ് തീർക്കാൻ ആരെ കിട്ടിക്കണേ. നിങ്ങളെന്ത് കാട്ടണം? നമ്മളൊരു അനുഭവത്തിന്റെ പുറത്ത് പറഞ്ഞുതരാം. നിങ്ങള് പുതിയ ടീമിനെ കണ്ടെത്തണം. അത് പ്രശ്നം കാര്യം പറഞ്ഞോ. അടിച്ചാൻ പറ്റൂല. എന്നിട്ട് അപ്പൊ മനസ്സിലായോ? നിങ്ങൾ ഈ പുതിയ ടീമിനെ കണ്ടെത്തേണ്ടി ഇതൊക്കെ നിങ്ങൾ ഓരോട് വരിക. മനസ്സിലായോ? ഇല്ല, ഓസൽമാരോട് തീർക്കൂതൊക്കെ എന്താ മുത്തമ്പല് പറയട്ടെ, ഞാൻ എന്തെങ്കിലും കാട്ടും. ഞങ്ങള് കേക്കട്ടെ, കേട്ടില്ല. അത്ര മുത്തേ. അതെ, നമ്മൾ ജീവിച്ചു കാണിച്ചാണ്. മാണിക്കക്കല്ല് പുggല് മുന്തിരിച്ചാറ് മുത്തുമണികളെ. അപ്പൊ നമ്മൾ ഇനി പുതിയ ജീവിതത്തിലേക്ക് ആനന്ദം കുറിക്കുകയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക്. മാത്രം കണ്ടാ സൽമാനെ, നമ്മളൊരു മലയാളികളല്ലേ, നമ്മള് മലയാളികളല്ലേ. നമ്മള് ഇന്നത്തെ വ്ളോഗ് നമ്മള് ഇതൊക്കെ ഏതാ ഈ രാത്രി ഫോട്ടോ ഒക്കെ
പോസ് ചെയ്താണല്ലോ അത് ഫോട്ടോത്തിന്. ചെക്കന്മാര് പൊളിയല്ലേ. ചെക്കന്മാരെന്താ വെച്ചാല് നമ്മളെ എന്താ ചെറിയ ചെക്കന്മാരാണ്, ഒപ്പം കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവും കേട്ടോ പല സ്ഥലത്തും. നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഓല് നമ്മളെ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും പിന്നാണ്ടേ അപ്പോ നമ്മളെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ അവസാനിക്കുകയാണ്. ഇനിയും നല്ല നല്ല വ്ളോഗുകളായിട്ട് എല്ലാരും വരും. അപ്പൊ എല്ലാവരും വീഡിയോസും കാണുക, സപ്പോർട്ട് ആക്കുക. ഇന്നത്തെ വ്ളോഗ് എല്ലാവരും മറക്കാതെ ഇരുന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. അതായത് ഇത് മറ്റേ ആട് സിനിമ വരെ, അതായത് അതൊക്കെ പറഞ്ഞു ആട് സിനിമ ഒന്നാമത്തെ ഇറങ്ങിയപ്പോ തിയേറ്ററിൽ ചെയ്യുമ്പോൾ ഉള്ളിൽ കൂടെ കുറെ കോമഡികളുണ്ട്. അപ്പൊ അതേപോലെ തിയേറ്ററിൽ റിലീസ് ആക്കി അത് മാത്രമൊന്നുമില്ല. അതിനും വേണ്ടി നമ്മൾ എല്ലാരും ഫുള്ളിരുന്ന് കേൾക്കാം. ഇതിലൊക്കെ പല പുറത്തു വിടാത്ത സീക്രട്ടുകൾ ഇതിന്റെ അടിയിൽ കൂടെ അവിടെ ഇവിടെയൊക്കെ വോയിസ് ആയിട്ട് വരും. അപ്പൊ എല്ലാരും കേട്ടിട്ട് എന്ത് ചെയ്യാ, കമന്റ് ഇടുക. എന്നിട്ട് സീക്രട്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കമന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് പാടും അതിൽ പേരുകൾ ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് സാമ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിലോ ഒക്കെ കമന്റ് ഇടാം. ചില പാട്ടുകളൊക്കെ ഭയങ്കര കണ്ടാവും ആരെങ്കിലും ആയിട്ടൊക്കെ. അപ്പൊ അത് ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചു സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായിട്ട് ഇതിന് യാതൊരു ബന്ധമേ ഉള്ളൂ. സ്റ്റാറ്റുറ്ററി വാടിക്കാട്. അപ്പൊ നമ്മളെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണത് ഇങ്ങനെ പറഞ്ഞാൽ നിൽക്കാതെ പോവാ. നമ്മൾ വൈൻഡപ്പ് ചെയ്യണ പുതിയൊരു വ്ളോഗ് ആയിട്ട് നമുക്ക് കൂടുതൽ കാണാം. അല്ല പറല്ല സമയപ്പത്രയായി സംഭവം തരാം. ബാസിലിന് ഉറങ്ങണം 2 മണിയൊക്കെ. അപ്പൊ നിർത്തല്ലാതെ വേറെ വഴിയില്ല. നിർത്തില്ല. അവിടെ നമ്മൾ നിർത്തുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും വരും. ബൈ ബൈ.